എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലെ വിളവെടുപ്പ് നടത്തി. എടവണ്ണ പത്തപ്പിരിയത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. പി.കെ. ബഷീർ എം.എൽ.എയാണ് ആദ്യ വിളവെടുപ്പ് നടത്തിയത്. പത്തപ്പിരിയം സ്കൂൾ പടിയിലാണ് ഓണത്തിന് ഒരു മുറം പൂവ് എന്ന പദ്ധതിയിൽ എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. പത്തപ്പിരിയം ക്ഷേത്രം ഭാരവാഹികളാണ് ആദ്യ വിൽപ്പന സ്വീകരിച്ചത്. ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞുമുഹമ്മദ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ എ.പി. നൌഷാദ്, ബാങ്ക് സെക്രട്ടറി അജിത വി, ബാങ്ക് ഡയറക്ടർമാർ, ബാങ്ക് ജീവനക്കാർ, മറ്റു പ്രമുഖ വ്യക്തികൾ എന്നിവർ സന്നിഹിതരായി. പത്തപ്പിരിയം സ്വദേശി നസീം പുളിക്കലാണ് ബാങ്കിന്റെ സഹായത്തോടെ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഒരു പുതിയ മേഖലയിലേക്ക് അതിന്റെ പ്രവർത്തനം വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മല്ലിക പൂവിന്റെ ഒരു കൃഷിക്ക് തുടക്കം കുറിച്ചത്. അതൊരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഒരു 15 സെന്റ് സ്ഥലത്താണ് ഇങ്ങനെ ഈ കൃഷി ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ ഇത് വളരെ വളർന്ന് പന്തലിച്ച് പൂവായി. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് പൂവുകൾക്ക് ഏറ്റവും ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ്. അത്തം, ഇതിനൊക്കെ മല്ലിക പൂ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് സർവീസ് ബാങ്ക് അതിന്റെ ഭരണസമിതിയും സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ കൂടി ബന്ധപ്പെട്ട സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ സഹകരണത്തോടു കൂടി ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കൊണ്ടു. ഇതൊരു തുടക്കമാണ്. ഇത് വളരെ നല്ല രീതിയിൽ ഇതിന്റെ മേൽനോട്ടൊക്കെ വഹിച്ച് വളരെ നല്ല രീതിയിൽ ഇത് ഇന്ന് പ്രാവർത്തികമായി അത് ഇതിന്റെ ഈ പൂവിന്റെ ഇന്ന് അതിന്റെ വിതരണോദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബാങ്ക് അധികൃതർ നിങ്ങളോട് സൂചിപ്പിക്കും. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും, ഇതിന്റെ ബാങ്കിന്റെ ഭരണസമിതി പ്രസിഡന്റ് കുഞ്ഞാമോ, അതുപോലെ തന്നെ ഡയറക്ടർമാർ, അതിന് പ്രത്യേകിച്ച് അതിന്റെ ഡയറക്ടർ നസീം വളരെ സജീവമായിട്ട് ഇതിനെ സ്വന്തം കുട്ടികളെ നോക്കുന്ന മാതിരി തന്നെ വന്ന് ഇതിന് എല്ലാ പരിപാലനങ്ങളും നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അങ്ങനെ എല്ലാ രംഗത്തും ഇനിയും ബാങ്ക് നല്ല രീതിയിൽ അടുത്ത കൊല്ലത്തേക്ക് കുറച്ചുകൂടി വിപുലമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ ബാങ്കിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും.